മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി അനധികൃതമായി മരുന്നു കടത്തിയ 2 മാൽദ്വീപ് സ്വദേശികൾ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. 3 മുതൽ 5 ലക്ഷം രൂപ വരെ വിലയുള്ള മരുന്നുകളാണ് ഇവർ കടത്താൻ ശ്രമിച്ചത്. കസ്റ്റംസ് എയർ ഇന്റലിജൻസിന്റെ യൂണിറ്റാണ് ഇവരെ പിടികൂടിയത്. പിടിയിലായ 2 പേരും മാൽദ്വീപ് സ്വദേശികളാണ് എന്നുള്ള വിവരമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലായിരുന്നു ഈ അനധികൃതമായി മരുന്ന് കടത്താനുള്ള ശ്രമമുണ്ടായത്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയാണ് അനധികൃതമായി മരുന്ന് കടത്തിയത്. 2 മാലദ്വീപ് സ്വദേശികളാണ് ഇതിൽ പിടിയിലായത്. 3 മുതൽ 5 ലക്ഷം രൂപ വരെ വില വരുന്ന മരുന്നുകളാണ് ഇവർ വിമാനത്താവളം വഴി കടത്താനായി ശ്രമിച്ചത്. കസ്റ്റംസിന്റെ എയർ ഇന്റലിജൻസ് യൂണിറ്റാണ് ഇവരെ പിടികൂടിയത്. അരുൺ ശങ്കർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, പറയൂ. കസ്റ്റംസിന്റെ എയർ ഇന്റലിജൻസ് യൂണിറ്റാണ് ഈ അനധികൃതമായി മരുന്ന് കടത്തിയത് പിടിച്ചത്. 2 മാലദ്വീപ് സ്വദേശികളാണ്. ഏകദേശം 5 പെട്ടികളിലായിട്ട് 3 മുതൽ 5 ലക്ഷം രൂപ വില വരുന്ന മരുന്ന് കടത്താൻ ശ്രമിച്ചത്. ഇതിനാവശ്യം വേണ്ട രേഖകൾ ഉണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് പിടിച്ചെടുത്തത്. കാരണം ഇക്കാര്യത്തിൽ ഒരു ടെക്നിക്കൽ ഓഫീസർ ഓഫ് ഡ്രഗ്സിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണം, അതോടൊപ്പം തന്നെ എക്സ്പോർട്ട് ലൈസൻസ് വേണം. ഇവയൊന്നും ഇവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് ഇവ പിടിച്ചെടുത്തിരിക്കുന്നത്. പ്രാഥമികമായിട്ട് സംശയിക്കുന്നത് ഇത് മാലദ്വീപ്സിൽ എത്തിച്ച് ചില്ലറ വിൽപ്പന നടത്താനായിരിക്കാം എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. അതായത് നിരോധിത മരുന്നുകൾ എന്തെങ്കിലും ഇവയുടെ കൂട്ടത്തിൽ ഉണ്ടോ, മയക്കുമരുന്നായി ഉപയോഗിക്കാൻ കഴിയുന്ന എന്തെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ ഇവയുടെ കൂട്ടത്തിൽ ഉണ്ടോ, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രഗ്സ് മാഫിയയുടെ ഭാഗമാണോ ഈ 2 പേർ എന്നുള്ള കാര്യം കൂടി കസ്റ്റംസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ അത്തരത്തിലുള്ള സംശയങ്ങൾ മാത്രമാണുള്ളത്. തെളിവുകളൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല. പ്രാഥമികമായിട്ട് ഇതൊരു ചില്ലറ വിൽപ്പനയെ കൊണ്ടുപോയ മരുന്നാണെന്നുള്ളതാണ് സംശയിക്കുന്നത്. നിരവധി രോഗികൾ മാലദ്വീപ്സിൽ നിന്ന് കേരളത്തിലെ ആശുപത്രികളിൽ ചികിത്സ തേടി എത്താറുണ്ട്. ഇനി അത്തരത്തിൽ ഉള്ള ആൾക്കാരാണോ എന്നതും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിലൊരു നിയമപരമായ രേഖകൾ ഇല്ലാത്തതാണ് ഈ മരുന്നുകൾ പ്രാഥമികമായി പിടിക്കാനുള്ള കാരണം. ശരി.